നമസ്കാരം. വെൽക്കം ടു ക്ലാസ് ഓഫ് ഫിസിക്സ് ഫോർ യു. +1 സയൻസിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ് സബ്ജക്റ്റിൽ 15 തിയറി ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററുകളിലെ തിയറി കണ്ടന്റുമായി ബന്ധപ്പെട്ട് മിനിമം 10 പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റുകൾ കൂടി ഉൾപ്പെടുന്നതാണ് ഫിസിക്സ് സബ്ജക്റ്റിൻ്റെ സിലബസ്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം നിങ്ങൾ പഠിക്കേണ്ട 15 ചാപ്റ്ററുകളും ആ 15 ചാപ്റ്ററുകളിൽ ഓരോ ചാപ്റ്ററുകളും കവർ ചെയ്യാനെടുക്കുന്ന നമ്പർ ഓഫ് പീരീഡ്സും അതോടൊപ്പം തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടും എന്നുള്ളതാണ് വെയിറ്റേജ് ഓഫ് സ്കോർ എന്ന് പറയുന്ന കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വെയിറ്റേജ് ഉള്ള, അതായത് 7 മാർക്കോളം വെയിറ്റേജ് വരുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഒക്കെ പോലെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കൂടുതൽ വെയിറ്റേജ് ഓഫ് സ്കോർ ഉള്ള ചാപ്റ്ററുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഡെറിവേഷൻസ് ഒക്കെ കൂടുതലും വരുന്നത് അത്തരം ചാപ്റ്ററുകളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിലബസ് കണ്ടന്റ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇനിയുള്ള ഈ ഒരു +1 സയൻസിലെ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുവാൻ. +1 ഫിസിക്സ് സബ്ജക്റ്റിൻ്റെ തിയറിയുടെ ടോട്ടൽ മാർക്ക് വരുന്നത് 60 മാർക്കാണ്. അതിൻ്റെ കൂടെ 20 മാർക്ക് ഇൻറ്റേർണൽ മാർക്ക് കൂടി ചേർത്ത് ടോട്ടൽ 80ലാണ് നിങ്ങളുടെ ഫിസിക്സിൻ്റെ +1 പബ്ലിക് എക്സാമിൻ്റെ മാർക്ക് വരുന്നത്. ഈ 60 മാർക്കിൽ മിനിമം 18 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി മാത്രമേ നമുക്ക് പാസ്സായി എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ സിലബസിലെ കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ആ മീഡിയം മാറ്റം ചെറിയൊരു പ്രയാസമുണ്ടാവും തുടക്കത്തിൽ. അത് കുറേ കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് നിങ്ങളത് ഓവർകം ചെയ്ത് വരണം. അങ്ങനെ വരും, വലിയ പ്രയാസമില്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും, വലിയ പ്രയാസമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ, അതായത് മലയാളം മീഡിയത്തിൽ വരുന്ന കുട്ടികളായാലും ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികളായാലും +1 സയൻസിലെ കുറേയൊക്കെ സിലബസ് കണ്ടന്റുകൾ നിങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കേട്ട അതേ കാര്യങ്ങൾ തന്നെ, അതേ ഡെഫിനിഷൻസും അതേ വേർഡ്സൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അതുപോലെ തന്നെ വീണ്ടും കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഫോളോ ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്നും പബ്ലിക് എക്സാമിന് മാക്സിമം 1 മാർക്കിൻ്റെ ചോദ്യം മാത്രമേ ഉൾപ്പെടാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിലബസിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ടറി ആയ ചാപ്റ്ററാണ് എന്ത് പറയാം, ഫിസിക്കൽ വേൾഡ്. ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുന്ന കണ്ടന്റുകൾ: വാട്ട് ഈസ് ഫിസിക്സ്, എന്താണ് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്; സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ്, എന്താണ് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സാധ്യതകൾ; മൂന്നാമത് ഫിസിക്സ് ഇൻ റിലേഷൻ ടു അവർ സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ജീവിത സാഹചര്യങ്ങളിൽ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് എത്രമാത്രം പങ്കുണ്ട്; ഫിസിസ്റ്റ് ആൻഡ് ദെയർ മേജർ കോൺട്രിബ്യൂഷൻ, വളരെ പ്രാധാന്യമുള്ള ഫിസിസ്റ്റ് ആരൊക്കെയാണ്, അവരുടെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. കൂടാതെ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ, പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും. ഇത്രയും കണ്ടന്റുകളാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടന്റിൻ്റെ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉണ്ട് എന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് പോകുന്ന കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അതായത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിനുള്ള ചോദ്യം മാത്രമേ ഉൾപ്പെടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വായിച്ച് വിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഈ ഒരു എപ്പിസോഡിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫിസിക്കൽ വേൾഡ് എന്ന ഈ ചാപ്റ്ററിൽ ആദ്യം മനസ്സിലാക്കുന്ന കണ്ടന്റ് എന്താണ് ഫിസിക്സ് എന്നുള്ളതാണ്. എന്താണ് ഫിസിക്സ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന മേഖല എന്താണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ സയൻസ് എന്ന് പറയുന്ന മേഖലയെ ഡിഫൈൻ ചെയ്യുന്നത്: സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന ഇൻ മച്ച് ഡീറ്റെയിൽ ആൻഡ് ഡെപ്ത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയെയും പ്രകൃതി നിയമങ്ങളെയും പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു മേഖലയാണെന്ത്, സയൻസ് എന്ന് പറയുന്ന മേഖല. സയൻഷ്യ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്, ടു നോ എന്നർത്ഥം വരുന്ന സയൻഷ്യ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് സയൻസ് എന്ന് പറയുന്ന ഈ മേഖല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പേര് നൽകിയത് ഈ ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണെന്നർത്ഥം. സയൻസ് എന്ന മേഖലയെ നമ്മളൊരു വലിയ മരമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഒരു വലിയ മരം ഒറ്റ സ്റ്റെപ്പിൽ ഉണ്ടാകുന്നതല്ല. ആദ്യം അതിനൊരു തയ്യോ അല്ലെങ്കിൽ ഒരു വിത്തോ, ഒരു ചെറിയൊരു ഫോർമേഷൻ ഉണ്ടാകണം. അത് മണ്ണിൽ മുളച്ച് വന്ന് അതിൽ നിന്ന് ചെറിയ തളിരിലകളൊക്കെ വന്ന് അതിൽ നിന്ന് കുറച്ചും കൂടി വലിയ ശാഖകളുണ്ടായി. ആ ശാഖകളിൽ നിന്നും അതിൻ്റെ സെക്കൻഡറി ആയിട്ട് കുറേ ശാഖകളുണ്ടാവും. അങ്ങനെ
ആ മരം വളർന്ന് വലുതായി ഒരു ഒത്ത മരമായിട്ട് മാറുമ്പോഴാണ് നമ്മൾ ആ മരത്തെ കാണുമ്പോൾ ഒരു ബഹുമാനം നമുക്ക് ആ മരത്തോട് തന്നെ തോന്നുന്നത്. അതുപോലെ തന്നെയാണ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റും. സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളർന്ന് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. ആ സയൻസ് സബ്ജക്റ്റിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകൾക്കെല്ലാം അതിൻ്റേതായ സബ് ബ്രാഞ്ചുകളുണ്ട്. അതായത് ഇപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഫിസിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫിസിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ദ ബേസിക് ലോസ് ഓഫ് നാച്ചർ ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറൻറ്റ് നാച്ചുറൽ ഫിനോമിന. അതായത് പ്രകൃതിയിലെ നിയമങ്ങളെ വ്യക്തമായിട്ട് പഠിക്കുകയും അത് പ്രകൃതിയിലുള്ള വിവിധ പ്രതിഭാസങ്ങളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫിസിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ദ ബേസിക് ലോസ് ഓഫ് നാച്ചർ ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറൻറ്റ് നാച്ചുറൽ ഫിനോമിന. ഫിസിക്സ് എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. നാച്ചർ എന്ന മീനിങ് ഉള്ള വേർഡാണ് ഫിസിക്സ്. അപ്പോൾ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഫിസിക്സ്. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് പിന്നെയും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഫിസിക്സ്. ഫിസിക്സ് ഈസ് ആൻ ഇവോൾവിങ് സബ്ജക്റ്റ് എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് അപ്രോച്ചിങ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദ ട്രൂത്ത് ബട്ട് നെവർ ക്വൈറ്റ് അറ്റൈനിങ് ഇറ്റ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിൻ്റെ കാരണത്തെപ്പറ്റി വളരെ വ്യക്തമായി പഠിച്ച് അതിനോട് വളരെ അടുത്തടുത്ത് എത്തുമെന്ന് തോന്നുമെങ്കിലും അപ്പോഴും അതിൽ പിന്നീടും പഠിക്കാനുള്ള കണ്ടൻറ്റുകൾ അതിലുണ്ടാകും. അതുകൊണ്ടാണ് അതെന്നും ഒരു ഇവോൾവിങ് സബ്ജക്റ്റ് എന്ന് പറയാൻ കാരണം. ഈ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സബ് ബ്രാഞ്ചുകളായിട്ട് വരുന്നത് മെയിനായിട്ട് 2 ബ്രാഞ്ചുകളാണ് ഫിസിക്സിനുള്ളത്. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സും മറ്റൊന്ന് ക്വാണ്ടം ഫിസിക്സും. അപ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് പലപ്പോഴും ചോദ്യം വരാറുള്ളൊരു സെഷൻ ഇതാണ്. അതായത് ഓരോ ബ്രാഞ്ചുകളിൽ ഏത് മേഖലയെപ്പറ്റി പഠിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന മേഖലയെപ്പറ്റി പഠിക്കുന്ന ബ്രാഞ്ചുകൾ ഏതാണെന്നുള്ളത്. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ സബ് ബ്രാഞ്ചായിട്ട് വരുന്നതാണ് മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, മാഗ്നറ്റിസം, അതങ്ങനെ പോകും. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന മാക്രോസ്കോപ്പിക്കാണ്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത് മാക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. ആ മാക്രോസ്കോപ്പിക് ഫിസിക്സ് ഡിസ്കസ് ചെയ്യുന്ന മേഖലയാണ് ക്ലാസിക്കൽ ഫിസിക്സ്. ഈ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത് ചലനത്തെക്കുറിച്ചാണ്. സ്റ്റഡി ഓഫ് മോഷൻ. ഇപ്പോൾ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് എൻ എയ്റോപ്ലെയിൻ, സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് എ കാർ, അല്ലെങ്കിൽ മോഷനും ഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ വരുന്നത് മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് വാഹനങ്ങളെപ്പറ്റി, ചലിക്കുന്ന വാഹനങ്ങളെ പറ്റിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെഷീൻസിനെ പറ്റിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ആ ചലനവുമായി കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള മോഷനെ ഡീൽ ചെയ്യുന്ന ഫിസിക്സിൻ്റെ ഒരു സബ് ബ്രാഞ്ചാണെന്ത് മെക്കാനിക്സ്. ഇനി ഇലക്ട്രോഡൈനാമിക്സ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണെന്ത് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്. ലൈറ്റുമായി ബന്ധപ്പെട്ട പഠനമാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ലൈറ്റ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് എന്ത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന കണ്ടൻറ്റ്. പിന്നെ ഫിസിക്സിൻ്റെ മെയിനായിട്ട് വരുന്ന സെക്കൻഡ് ബ്രാഞ്ചാണ് എന്ത് ക്വാണ്ടം ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സ് മാക്രോസ്കോപ്പിക് ആണെങ്കിൽ, അതായത് നമുക്ക് വലിപ്പമുള്ള വസ്തുക്കൾ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വസ്തുക്കളെ പറ്റി റിലേറ്റഡ് ആണെങ്കിൽ, ക്വാണ്ടം ഫിസിക്സ് മൈക്രോസ്കോപ്പിക് ആണ്. സൂക്ഷ്മമായ വസ്തുക്കൾ, അതായത് ആറ്റോമിക്, മോളിക്കുലാർ, ന്യൂക്ലിയർ ഫിനോമിനാസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം ഫിസിക്സിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സയൻസ്? സയൻസിൻ്റെ ബ്രാഞ്ചാണ് ഫിസിക്സ്. ഫിസിക്സിൻ്റെ സബ് ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇത്രയും ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സം ഫിസിസ്റ്റ് ആൻഡ് ദെയർ മേജർ കോൺട്രിബ്യൂഷൻസ് ആണ്. ഞാൻ പൂർണ്ണമായും വായിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ ഓരോ സയൻറ്റിസ്റ്റിൻ്റെ പേരും അവരുടെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഡിസ്കവറീസിൻ്റെ ലിസ്റ്റും അവരുടെ കൺട്രി ഓഫ് ഒറിജിനും കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കുക എന്നല്ല, ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് നമുക്കറിയാം. പലപ്പോഴും പല സയൻറ്റിസ്റ്റിൻ്റെ പേരും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്.
അപ്പോൾ ആ ഓരോ സയൻറ്റിസ്റ്റും ഏതൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അത് എപ്പോഴും ഒന്ന് മനസ്സിൽ വെക്കുക. കാരണം ഇതിൽ നിന്നൊക്കെ ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ആർക്കമിഡീസ്, പ്രിൻസിപ്പിൾ ഓഫ് ബുയൻസി, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ദ ലിവർ, ഫുൾക്രം, അതൊക്കെ നമ്മൾ ആർക്കമിഡീസിൻ്റെ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടാണ്. ദെൻ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഗലീലി, സർ ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട ലോസ് ഓഫ് മോഷൻ, ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോസ് ഓഫ് മോഷൻ ഉണ്ട്, റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് ഉണ്ട്. ഒപ്റ്റിക്സിൽ എടുത്തു കഴിഞ്ഞാൽ, മെക്കാനിക്സിൽ എടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രോഡൈനാമിക്സിൽ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന ആൾ കൂടുതൽ എല്ലാ മേഖലകളിലും ഉണ്ടാകും. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ, തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ വരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കണ്ടുപിടുത്തങ്ങളുടെ ഒരു ലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് മനസ്സിൽ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം. കാരണം ഈ മേഖലയിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ഇനി അതിൻ്റെ കൂടെ നിങ്ങൾ അടുത്ത സെഷനായിട്ട് വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ റോള്. അപ്പോൾ ഏതൊക്കെ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സഹായകരമായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. അതിൽ കുറച്ച് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. സ്റ്റീം എൻജിൻ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, അതായത് അതിൻ്റെ ബേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആവിയന്ത്രം നമുക്ക് ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ തന്നതായിരുന്നു. പക്ഷേ അതൊക്കെ ഒരുപാട് ഇന്നും വളർന്നു കഴിഞ്ഞു. അതിൽ നിന്നൊക്കെ ഒരുപാട് വളർന്ന് നമ്മുടെ ശാസ്ത്രമേഖല അതിനേക്കാൾ കുറേ കൂടി എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ എന്നുള്ളതാണ്. ഇതേ കണ്ടൻറ്റ് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് ഭൗതികമായ ബലങ്ങൾ. അതായത് പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ 4 എണ്ണമാണ്. അതിലേറ്റവും സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതായത് അതിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള ഓർഡറിൽ ഞാൻ പറയാം. ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ അതാണ് അവിടെ ആ ചാർട്ടിൽ അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത്ത് കൊടുത്തിരിക്കുന്നത് 1. ഇനി രണ്ടാമത്തെ സ്ട്രെങ്ത്ത്, അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് താഴെ സ്ട്രെങ്ത്തിൽ നിൽക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. അപ്പോൾ 1/100, അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ 100ൽ ഒരംശം മാത്രമേ ആർക്കുള്ളൂ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനുള്ളൂ. 1/100 എന്നുള്ളതാണ് 10⁻² എന്ന് പറയുന്ന റിലേറ്റീവ് സ്ട്രെങ്ത്ത് കൊടുത്തത്. ഇനി മൂന്നാമത്തെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് 10⁻13, അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ 1/1 13 സീറോസ് വരുന്ന ഒരു ഡിജിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണെന്ത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാൾ എത്രയോ ചെറുതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി പ്രപഞ്ചത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സാണ് നമുക്ക് കൂടുതലും മനസ്സിലാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എല്ലാ സെലസ്റ്റിയൽ ഒബ്ജക്ട്സും മൂവ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണെന്നും ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്റ്റീവ് ഫോഴ്സിനെ കണ്ടെത്താൻ നമുക്ക് ഇക്വേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സുകളിൽ ഏറ്റവും വീക്കസ്റ്റാണ്. 10⁻39 സ്ട്രെങ്ത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓർഡറിൽ ഏറ്റവും സ്ട്രെങ്ത്ത് കൂടിയ ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, അതിന് തൊട്ട് താഴെ സ്ട്രെങ്ത്ത് ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതിലും താഴെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അതിലും താഴെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി ഓരോ ഫോഴ്സും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഏതൊക്കെ പാർട്ടിക്കിളിനിടയിലാണെന്നുള്ളതെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഈ കണ്ടൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയോ വേണ്ടു. നമ്മൾ ഇതേ കാര്യം നമ്മൾ ലോസ് ഓഫ് മോഷനിൽ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സിനെ വ്യക്തമായി ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേ ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും, അവിടെയും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞു പബ്ലിക് എക്സാമിന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യനിൽ ഉൾപ്പെടാറുണ്ട്. ദെൻ ഫിസിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷനിൽ നിന്ന്, അതായത് ഏതെങ്കിലും ഒരു ഫിസിസ്റ്റിൻ്റെ പേര് അതിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ തന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ചോദിക്കുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഹയസ്റ്റ് സ്ട്രോങ് അല്ലെങ്കിൽ വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.